3000-ഓളം വിരമിച്ച ജീവനക്കാരും പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2018 മുതൽ വ്യത്യസ്ത സമരങ്ങൾ നടത്തുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ട് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി വിൽപ്പന പോലെയാണ് ഇന്നത്തെ പങ്കാളിത്ത പെൻഷൻ്റെ അവസ്ഥ നിലനിൽക്കുന്നത്. ഇന്ന് തീരുമാനമാവും, നാളെ തീരുമാനമാവും എന്നിങ്ങനെ പറയുകയല്ലാതെ ഇതുവരെ ഒരു നടപടിയും എടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം സർക്കാർ ജീവനക്കാർക്കുണ്ട്. സർക്കാർ ജീവനക്കാരെ 2 തട്ടിലാക്കിക്കൊണ്ട് 2013 UDF സർക്കാർ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും, അത് പിൻവലിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി 9.5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. നടപടി സ്വീകരിക്കുക എന്ന് മാത്രമല്ല, കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സമിതിയെ 2018 നിയോഗിച്ചു. സമിതി 5 വർഷത്തോളം പഠിച്ചു. സമിതി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ആ റിപ്പോർട്ടിലും പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് നിയമ തടസ്സമില്ലാവെന്നും ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് പഠിക്കാൻ മറ്റൊരു സമിതിയെ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സമിതി റിപ്പോർട്ട് പഠിക്കുക എന്ന അല്ലാതെ ഇത് യാതൊരു പ്രവർത്തനവും നടത്താതെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടിനെ 3 അംഗ സമിതിയെ കൊണ്ട് വീണ്ടും അത് പഠിപ്പിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അത്തരത്തിൽ ചെയ്യുന്ന സമയത്തും സർക്കാർ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരുമെന്ന് പറയുന്നു. അഷ്വേർഡ് പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ട് 2024 ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. ഒരു വർഷം വീണ്ടും കഴിഞ്ഞു. 2025 ബഡ്ജറ്റ് പറഞ്ഞു, വീണ്ടും കഴിഞ്ഞു. ഇങ്ങനെ അടുത്ത ബഡ്ജറ്റ് ഇപ്പോൾ അടുത്ത ദിവസം വരാൻ പോവാണ്. ഈ തരത്തിലെ വാഗ്ദാനങ്ങളല്ലാതെ യാതൊരു ഉത്തരവുകളോ നടപടികളോ സ്വീകരിക്കാതെ ജീവനക്കാരെ വഞ്ചിക്കുന്ന അവസ്ഥയാണ് സർക്കാർ നിലകൊള്ളുന്നത്. ഇത്തരത്തിലുള്ളൊരു രീതി ഒരു സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ട ജീവനക്കാർക്ക് ആശ്വാസമായി സർവീസിൽ നിന്ന് വിരമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. 2013 മുമ്പ് സർവീസിൽ കയറിയ ആളുകൾ വിരമിക്കുമ്പോൾ കൃത്യമായ KSR പാർട്ട് 3 ആനുകൂല്യങ്ങളടക്കം നൽകിക്കൊണ്ട് അവർ വിരമിച്ച് കൃത്യമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പോവുകയാണ്. എന്നാൽ 13 ശേഷം വന്ന ആളുകൾക്ക് ഇരുട്ടടി എന്ന പോലെ പുതിയൊരു പദ്ധതി കൊണ്ടുവരികയാണ് ചെയ്തത്. അന്നത്തെ UDF സർക്കാർ കൊണ്ടുവന്നെങ്കിലും അവരിൽ ഇപ്പം തന്നെ മനസ്താപം ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം അവർ പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അതിനുള്ളൊരു തീരുമാനം എടുക്കാനുള്ള തയ്യാറായിക്കൊണ്ടിരിക്കുക. കാരണം ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ സ്വാധീനങ്ങൾ ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും അന്ന് കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ ആളുകൾ വിരമിച്ച ജീവനക്കാരെ കണ്ടിട്ട് അവർക്ക് എത്ര കോടികൾ കിട്ടി എന്നൊന്ന് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന ആളുകൾ, അതിജീവന സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് 3 വർഷം മുതൽ 10 വർഷം വരെ സർവീസിലിരുന്ന് വിരമിച്ച ആളുകളാണ്. അവർക്ക് കിട്ടുന്ന ആനുറ്റി എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെയും, 10 വർഷം സർവീസുള്ള ആളുകൾക്ക് 1500-ൽ താഴെയും രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ 2000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2000 രൂപ സാധാരണക്കാരന്, സീനിയർ സിറ്റിസണിന് 2000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഈ സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷനിൽ പെട്ട് സർക്കാർ സർവീസിൽ നിന്ന് ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാർക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ 1500 രൂപയിൽ താഴെയാണ്. വെറും 500 രൂപയിൽ താഴെ കിട്ടുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. പല ആളുകളും ചോദിക്കുന്നത്, നിങ്ങൾ സർക്കാർ സർവീസിലാണല്ലോ, വിരമിക്കുമ്പോൾ വലിയ ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ എന്നാണ്. എന്നാൽ ഇതിൻ്റെ വസ്തുതകൾ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി, സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി വിരമിച്ച ജീവനക്കാരെ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യാചനാ സമരം നടത്തി. എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും യാചനാ സമരം നടത്തുകയുണ്ടായി. അന്നാണ് പൊതുജനങ്ങൾ ഈ കാര്യം അറിയാൻ തുടങ്ങിയത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കുള്ള കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇത്രയാണെന്ന് അറിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരൻ്റെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനുള്ള പ്രയത്നത്തിൽ എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് നമ്മളെ ഒരു കൂട്ടം ആളുകളുടെ വിഷയമല്ല, കേരള സമൂഹത്തിൻ്റെ വിഷയമാണ്. സർക്കാർ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നാളത്തെ തലമുറയുടെയും വിഷയമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ LDC പരീക്ഷയിൽ 4 ലക്ഷം ആളുകളുടെ കുറവുണ്ടെന്ന് PSC തന്നെ പുറത്തുവിട്ട കണക്കിലുണ്ട്. എന്താണ് ഇതിനർത്ഥം? പൊതുജനങ്ങൾക്ക്, അല്ലെ ഉദ്യോഗാർത്ഥികൾക്ക്
സർക്കാർ സർവീസിന് വിരക്തി വന്നു. കാരണം എന്താണ്? കൃത്യമായി KSR പാർട്ട് 3 അടങ്ങുന്ന പെൻഷൻ അവർക്കില്ല. KSR പാർട്ട് 3 മറ്റ് ആനുകൂല്യങ്ങളില്ല. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ മാത്രമല്ല, സർവീസിലുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പദ്ധതിയിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ്. കാരണം KSR പാർട്ട് 3 ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇത് സർക്കാർ സർവീസിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ഭാഗം എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ആർട്ടിക്കിൾ 309 കേരളത്തിലെ ഇന്ത്യയിലെ ഭരണഘടനാ വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ 309 പ്രകാരം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും സർക്കാരിൽ നിക്ഷിപ്തമാണ്, സംസ്ഥാന സർക്കാർ നിക്ഷിപ്തമാണ്. ആ സംസ്ഥാന സർക്കാർ കൃത്യമായൊരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ജീവനക്കാർ, കോഴിക്കോട് ജില്ലയിൽ തന്നെ 300ഓളം ആളുകൾ വിരമിച്ചവരുണ്ട്, നടക്കാൻ വഴിയാത്തവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അവശനിലയിൽ ആശുപത്രിയിൽ കിടക്കുന്നവർക്കുണ്ട്. അവർക്ക് മാന്യമായ ചികിത്സ പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് അറിയാതിരിക്കാൻ സർക്കാർ ശ്രമിക്കരുത്. കാരണം കൃത്യമായി ഇവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നമ്മുടെ കേരളത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് 500 രൂപ പോലും തികച്ച് ലഭിക്കാത്ത ആളുകൾ ഇന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നാണക്കേട് തന്നെയാണ് സർക്കാരിന്. പിന്നെ മറ്റൊരു കാര്യം, ഇവർക്കുള്ള വിരമിച്ച് കിട്ടിയിരിക്കുന്ന ഈ പെൻഷൻ എന്നതിന് പറയാൻ പറ്റില്ല, ആനുറ്റി എന്നാണ് പറയാം. ഈ ആനുറ്റി തുക അവർ മരണം വരെ ഈ ഒരു തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. അവരെത്ര കാലം ജീവിക്കുന്നു അത്രേ കാലം ദുഷ്കരമാണ് എന്നതാണ് അതിനർത്ഥം. കാരണം 60ാമത്തെ വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിച്ചും പിന്നീട് മറ്റൊരു പണിക്ക്, കൂലിപ്പണിക്ക് പോവേണ്ട അവസ്ഥ വരികയാണ്. പലരും ലോട്ടറി കച്ചവടം, ഓട്ടോറിക്ഷ ഓടിക്കുക, അതേപോലെ മീൻ കച്ചവടം, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന അവസ്ഥ കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കുണ്ടായി എന്ന് പറയുന്നത് ഇതിലും വലിയ നാണക്കേട് എന്താണ്? അതിന് പരിഹാരം കണ്ടേ മതിയാവും. ഈ ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു. നമുക്ക് പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല ആവശ്യം. നമുക്ക് വേണ്ടത് കൃത്യമായ ഉത്തരവുകളാണ്, സർക്കാർ ഉത്തരവുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ജനുവരി 1-ാം തീയതി തന്നെ തമിഴ്നാട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. TAPS, തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സിസ്റ്റം എന്നൊരു പദ്ധതി അവർ പ്രഖ്യാപിച്ചു.